പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പാർട്ട് നമ്പർ അഥവാ ഭാഗസംഖ്യ ഈ ഒരു 5-ാമത്തെ ലെസൺ ആണ് എടുക്കുന്നത്. ഇത് ഭിന്നസംഖ്യ അഥവാ ഫ്രാക്ഷൻ അതിൻ്റെ തുടക്കമാണ്. അപ്പോൾ എന്താണ് ഭിന്നസംഖ്യ, എന്താണ് ഫ്രാക്ഷൻ എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ പാഠത്തിൻ്റെ തുടക്കം മുതൽ ശരിക്കും ശ്രദ്ധിക്കുക. ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ലെസണാണ്. എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. ഞാൻ ഫസ്റ്റ് നിങ്ങളെ പാടില്ല ഹാഫ് കാണിക്കണ്ടേ എങ്ങനെ അറിയാം? ഒരു സർക്കിളിനെ രണ്ട് ഭാഗമാക്കിയതിൽ ഞാൻ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തു. ഇതിപ്പം ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം എത്ര എങ്ങനെ എഴുതുക? 2/1 ഭാഗം. ഇത് 2 ഭാഗം 1, 2. ഈ 2/1 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്. അപ്പൊ ഷെയ്ഡ് ചെയ്ത ഭാഗം എത്ര? കളർ ചെയ്ത ഭാഗം എത്ര? 2/1. 2/1 എഴുതിലൊക്കെ നിങ്ങൾ 1/2. ഒരു മാങ്ങ അല്ലെങ്കിൽ ഒരു സാധനം 2 ഭാഗമാക്കി. അതിന്റെ ഒരു ഭാഗം തിന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പകുതി തിന്നു എന്നല്ലേ? ആ പകുതി എന്നുള്ളതിന് ഹാഫിന് എന്താ നമ്മളെ മാത്സിൽ ഉപയോഗിക്കല്? 1/2 എന്നാ. 1/2. ഇത് വായിക്കല് 1/2. 1/2 അഥവാ 1 പാർട്ട് ഔട്ട് ഓഫ് 2. 1 പാർട്ട് ഔട്ട് ഓഫ് 2. ഇംഗ്ലീഷിൽ പറയല് 1 പാർട്ട് ഔട്ട് ഓഫ് 2. 2-ൽ 1 പാർട്ട്. 2 പാർട്ടിൽ 1 പാർട്ട്. 1/2. ഒരു സാധനത്തെ 2 ഭാഗമാക്കിയതിൽ ഒരു ഭാഗം 1/2. ഇതാണ് ഭിന്നസംഖ്യകൾ. ഇനി ഹാഫ് പകുതിയാ പറയാ. വേറെ നോക്കിയോള്, ഞാനിത് നമ്മളെ ബോക്സിലെ സെറ്റ് സ്ക്വയർ മട്ടത്തിലെ 6 ഭാഗാക്കണ ഭാഗമുണ്ട്. 6 ഭാഗാക്കണ നിങ്ങളെ പുസ്തകത്തിൽ കാണിക്കുന്നുണ്ട്. 6 ഭാഗാക്കണ ആ മൂല കോർണർ ഉപയോഗിച്ച് ഞാൻ 6 ഭാഗാക്കി ഡോട്ട് ഇട്ടു. എന്നിട്ട് അതിൽ അൾട്ടർനേറ്റ് ആയിട്ടുള്ള ഇടവിട്ട കുത്തിന് മാത്രം ഞാൻ കൂട്ടി യോജിപ്പിച്ച് വരച്ചു. ഇപ്പൊ ഈ കുത്തിന് വരച്ചില്ല, ഇവിടെ വരച്ചു. അടുത്ത് ഒഴിവാക്കി അടുത്ത് വരച്ചു. അങ്ങനെ വരച്ചപ്പോൾ നമുക്ക് 3 ഭാഗമാക്കി. എനിക്ക് 3/1 ഭാഗം ഞാൻ ഷെയ്ഡ് ചെയ്യണേ. ഷെയ്ഡ് ചെയ്തു. ഇതിപ്പോ എത്ര ഷെയ്ഡ് ചെയ്ത ഭാഗം എത്ര? ടോട്ടൽ എത്ര ഭാഗം? 3. ആ ടോട്ടൽ ഇതാണ് ഛേദം എന്നറിയും മലയാളത്തില്. ഇംഗ്ലീഷിൽ ഡിനോമിനേറ്റർ എന്നറിയും. കൂടുതൽ നിങ്ങൾ പിന്നെ പഠിക്കും ഡിനോമിനേറ്റർ. ഈ ഡിനോമിനേറ്റർ ആകെയുള്ള ഡിനോമിനേറ്റർ, ആകെ ഭാഗത്തിന് ഡിനോമിനേറ്റർ ഛേദിക്കുക അഥവാ കഷ്ണാക്കുക. 3 കഷ്ണാക്കി. അതിൽ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്യുന്നത്? ഒരു ഭാഗം. ആ 3/1 1/3. 1/3 എന്നാണ് ഇത് പറയാ. 1/3. 1/3 1/3. അപ്പം പിന്നെ 3 ഭാഗമാക്കിയതിൽ ഒരു ഭാഗം 3 എണ്ണമാക്കി ഛേദിച്ചതിൽ, അതുകൊണ്ട് ഛേദം എന്ന് പറഞ്ഞത്. ഈ മോഡലിന് അംശ, അതിലൊരു ഭാഗം. അംശം എന്ന് പറഞ്ഞ ഭാഗം എന്നാ. 3/1 ഭാഗം. 1 പാർട്ട് ഔട്ട് ഓഫ് 3. 1 പാർട്ട് ഔട്ട് ഓഫ് 3. അപ്പൊ ഇതാണ് 1/3. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഷെയ്ഡ് ചെയ്ത ഭാഗം 3/1 ഭാഗം. എന്നാ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം എത്ര? ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം എത്ര? 1, 2. 3-ൽ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്യാത്തത്? 3-ൽ 2. 3-ൽ 2 ഏതാണ്? നോട്ട് ഷെയ്ഡ്. ഇത് ഷെയ്ഡ് ചെയ്ത ഭാഗം 3/1 ഭാഗം. 3/1 ഷെയ്ഡ് ചെയ്തത്, 3-ൽ 2 ഷെയ്ഡ് ചെയ്യാത്തത്. ഇപ്പൊ ടോട്ടൽ എത്ര അറിയാക്ക്? 1 മുഴുവൻ തന്നെ 3/3. ഇത് ശരിക്കും 3/3 ഭാഗം. അതിൽ 3/1 ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്തു. ബാക്കി 3-ൽ 2 ഭാഗം ഷെയ്ഡ് ചെയ്തില്ല. ഇതാണ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. ബാക്കി എത്രയെന്ന് വെച്ചാൽ ബാക്കിയുള്ള എഴുതാം. ടോട്ടൽ 3, അതിൽ 2 ഭാഗം ഷെയ്ഡ് ചെയ്തില്ല. ഇവിടെ നോക്കി നാളെ ഞാൻ പിന്നെ അതിന്റെ ഒരു ഭാഗം എനിക്ക് ഷെയ്ഡ് ചെയ്യണം. ഞാൻ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തു. ഇത് ടോട്ടൽ എത്ര ഭാഗമാക്കിയത്? ഛേദം ഡിനോമിനേറ്റർ എത്ര? ഡിനോമിനേറ്റർ 4. ഛേദം അതിന് ഡിനോമിനേറ്റർ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. ഇംഗ്ലീഷ് മീഡിയക്കാർ ഡിനോമിനേറ്റർ എന്ന് പഠിക്കണം. 4 ഭാഗം. അതിൽ എത്ര ഷെയ്ഡ് ചെയ്ത്? 4-ൽ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തു? ഒരു ഭാഗം അല്ലെ? 4/1. ഇതാണ് കാല്, ക്വാർട്ടർ. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ
കാൽ എന്ന് പറയും മലയാളത്തിൽ QUARTER. ഇത് ഹാഫ് ആണ്, ഇത് ക്വാർട്ടർ ആണ്. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ കാൽ ഭാഗം. ക്വാർട്ടർലി എക്സാമിനേഷൻ എന്ന് കേട്ടില്ലേ? കൊല്ലപ്പരീക്ഷ, കാൽ കൊല്ലപ്പരീക്ഷ, പാദവാർഷിക പരീക്ഷ. ക്വാർട്ടർ കാലാണ്. 1/4 4 ഭാഗമാക്കി ഇതിലൊരു ഭാഗം. ഞാൻ ചോദിക്കട്ടെ, ഇതിന് ബാക്കി എത്ര ഉണ്ട്? ഇതില് ബാക്കി എത്ര ഉണ്ട്? 4ൽ ഒരു ഭാഗം. ഒരു മാങ്ങ 4 ഭാഗമാക്കി ഒരു ഭാഗം തിന്നു. 4ൽ 1 തിന്നു, 1/4 തിന്നു. ഇനി ബാക്കി 4ൽ എത്ര ഭാഗമാണ് ബാക്കിയുണ്ട്? 1 2 3. അപ്പൊ നോട്ട് ഷെയ്ഡ് എത്രയാണ്? 4ൽ 3. അങ്ങനെ പഠിക്കണം. 4ൽ 3. അതിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാണ്. ഞാനിത് 3 ഭാഗം ഷെയ്ഡ് ചെയ്യാം. 3 ഭാഗം ഷെയ്ഡ് ചെയ്യാൻ ഇതിപ്പോ എത്ര വരിക? 4ൽ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്ത്? 3. അപ്പം ന്യൂമറേറ്റർ, അംശത്തിന് പറയാം ഇംഗ്ലീഷിൽ ന്യൂമറേറ്റർ എന്നാ. ന്യൂമറേറ്റർ അംശം 3യും ഡിനോമിനേറ്റർ ഛേദം 4. 4 ഭാഗമാക്കിയതിൽ 3 ഭാഗം. 3 പാർട്ട് ഔട്ട് ഓഫ് 4. 3 പാർട്ട് ഔട്ട് ഓഫ് 4. ഇതിൽ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്യാത്ത? 4ൽ 3 ഭാഗം. ഒരു മാങ്ങ 4 ഭാഗമാക്കി 3 ഭാഗം തിന്നു. ഇനി ഒരു മാങ്ങ 4 ഭാഗമാക്കിയതിൽ ഒരു ഭാഗമാണ് അവിടെ ബാക്കിയുള്ളത്. 1 പാർട്ട് ഔട്ട് ഓഫ് 4. 1/4. 1/4 ആണ് ബാക്കിയുള്ളത്. അപ്പൊ ഇതാണ് ഭിന്നസംഖ്യന്റെ ഒരു ചെറിയ രൂപം. ഇനി ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഭാഗിച്ചുകൊണ്ട് ഇതില് ഫസ്റ്റ് ഞാൻ ഇതിന്റെ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തു. അപ്പൊ ഇത് എത്ര? 1/2 ആണ്. ഹാഫ് ആണ് 1/2. ഞാൻ ഇതിന്റെ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തു. ഇത് എത്രയാണ്? 1/3 ആണ്. 3 പാർട്ടിൽ 1 ആണ്. 2 പാർട്ടിൽ 1 ആണ്. 1 പാർട്ട് ഔട്ട് ഓഫ് 2. 1 പാർട്ട് ഔട്ട് ഓഫ് 3. ഈ ബാക്കി എത്ര ഷെയ്ഡ് ചെയ്യാത്ത? നോട്ട് ഷെയ്ഡ് എത്ര? 2/3 ആണ് നോട്ട് ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം. ഇതിലോ 1/2 ഷെയ്ഡ് ചെയ്തു. 1/2 എന്ത് ചെയ്തില്ല? ഷെയ്ഡ് ചെയ്തില്ല. പകുതിയും. അപ്പൊ ഇത്രയാണ് ഭിന്നസംഖ്യയിൽ ആദ്യമായിട്ട് നമ്മൾ ഈ കാര്യങ്ങളാ തിരിച്ചേണ്ടത്. ഇതൊക്കെ 1ൽ കുറവാ. 1 മുഴുവനാണെങ്കിൽ എന്ത് ചെയ്യണം? 3ൽ 3 എന്ന് പറഞ്ഞാൽ 1 മുഴുവനാ. 3ൽ 3. ഒരു മാങ്ങ 3 ഭാഗമാക്കി 3ഉം തിന്നു പറഞ്ഞാൽ 1 മുഴുവൻ തിന്നുന്ന. ഒരു മാങ്ങ 100 ഭാഗമാക്കി 100ഉം തിന്നു പറഞ്ഞാൽ 1 മുഴുവൻ തിന്നുന്ന. ഒരു മാങ്ങ 1000 ഭാഗമാക്കി 1000 തിന്നു പറഞ്ഞാൽ 1 തിന്നത്. അപ്പൊ 1000/1000 എന്ന് പറഞ്ഞാലും 3ൽ 3 എന്ന് പറഞ്ഞാലും 2ൽ 2 എന്ന് പറഞ്ഞാലും 1ൽ 1 എന്ന് പറഞ്ഞാലൊക്കെ 1. അപ്പൊ അംശവും ഛേദവും ഒരേ സംഖ്യ വന്നാൽ ആൻസർ ഈക്വൽ ടു 1. 100/100 എന്ന് പറഞ്ഞാൽ 100ൽ 100 എന്ന് പറഞ്ഞാൽ ഫുള്ള് 1 മുഴുവൻ. അപ്പം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ടു 1. അംശവും ഛേദവും സമമാണെങ്കിൽ അത് 1ന് തുല്യമായിരിക്കുന്ന. അത് മനസ്സിലാക്കട്ടോ. 3ൽ 3 പറഞ്ഞാൽ 3 ഭാഗത്തിൽ 3 ഭാഗം എന്ന് പറഞ്ഞാൽ 1 മുഴുവനാണ്. 4 ഭാഗത്തിൽ 4 ഭാഗം എന്ന് പറഞ്ഞാൽ ഇതൊന്നും മുഴുവനാണ്. ഓക്കെ, അത്ര കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് വർക്കുകൾ തരുന്നുണ്ട്. ആ വർക്കുകൾ നിങ്ങൾ ചെയ്തു വിടുക.